ശുഭദിനം എല്ലാവർക്കും. 5 മിനിറ്റ് എനിക്ക് തരുമോ? നിങ്ങളുടെ ജീവിതം മാറിയേക്കും. നിങ്ങൾക്കവനെ അറിയാമോ? ആരും കാണാതെ കരയുന്ന, എല്ലാം തകർന്നെന്ന് കരുതുന്നവനെ. അങ്ങനെ ഒരാളായിരുന്നു ഞാനും. പൈസയില്ല, ആരും സപ്പോർട്ടില്ല, വിലയില്ല. നമ്മൾ ആർക്കും പൈസ ഇല്ലാതായി ആർക്കും വിലയില്ലല്ലോ. വിലയില്ല, അങ്ങനെ അധികം ഒരാളായിരുന്നു ഞാനും. ആ തളർച്ചയിൽ നിന്ന് ഞാൻ 3 കാര്യം പഠിച്ചു. നമ്മൾ തളരാൻ പാടില്ല. തളർന്നിടത്തുനിന്ന് നമ്മൾ എണീക്കണം. വീണെടുത്ത് തന്നെ കിടക്കാൻ പാടില്ല. വീണെടുത്തുനിന്ന് എണീറ്റ് കഴിഞ്ഞാൽ, തളർന്നു കഴിഞ്ഞാൽ ലോകം നമ്മളെ കല്ലെറിയും. വീണെടുത്തുനിന്ന് എണീറ്റ് നടന്നാൽ ലോകം നമ്മുടെ കൂടെ നടക്കുന്നതായിരിക്കും. അത് ഞാൻ പഠിച്ചു. അപ്പോൾ അതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ആ സംഭവത്തോടു കൂടി ഞാൻ ഉഷാറായി. എനിക്കറിയാവുന്ന ഒരു കാര്യം, നമുക്കറിയാവുന്ന എന്തെങ്കിലും ചെയ്യുക. എനിക്കറിയുന്നത് ആകെ ഒരു കാര്യം, ഫോണിൽ ആദ്യമേ തൊട്ട് ഫോണിൽ കുറേശ്ശെ ഞാൻ പോസ്റ്റുകളിടും, അങ്ങനെയൊക്കെ ചെയ്യും. അത്ര അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അത് ചെയ്യുന്നത് ഞാൻ നല്ല സ്ഥിരമായിട്ട് ഒരേ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യുമ്പോൾ ആരും കാണില്ല എന്ന് വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കരുത്. നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്റുകൾ ആളുകൾ കാണും, ലൈക്കും കമൻറ്റൊക്കെ വന്നു തുടങ്ങും. അങ്ങനെ കുറേശ്ശെ നമ്മുടെ പോസ്റ്റുകൾ ഇങ്ങനെ ഉയർന്ന് മറ്റുള്ളവരിലേക്ക് എത്തി തുടങ്ങും. അപ്പോൾ അങ്ങനെ ഏത് നേരം എന്താ ഫോൺ പിടിച്ചിരിക്കുന്നൊക്കെ ആളുകൾ ചോദിക്കും. നമ്മളത് മൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈമിൽ അത് നമുക്ക് പറ്റുന്ന പോസ്റ്റുകളൊക്കെ, നല്ല നല്ല പോസ്റ്റുകളൊക്കെ ഇതിൽ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ അതിൽ നിന്ന് എനിക്ക് കുറേശ്ശെ വരുമാനം കിട്ടിത്തുടങ്ങി. അത് കിട്ടിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അത് നമുക്ക് ഒന്നുമില്ലാത്തവർക്ക് അതൊക്കെ കിട്ടുമ്പോൾ കോടികളുടെ വിലയല്ലേ. അപ്പോൾ നമ്മളത് വീണ്ടും പുരോഗമിച്ച് ചെയ്യാൻ തുടങ്ങി ഞാൻ. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കും അത് കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. തളർന്നു കിടക്കുന്ന ഓരോരുത്തരെയും ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. തളർന്നു കിടക്കാതെ നമ്മൾ കുറേ പോസ്റ്റ് ചെയ്തൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് തളരാതെ നമ്മളത് തുടർന്നുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ പ്രയത്നം സഫലമാവും. നിങ്ങളും അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കും ഒരു ഉണർവുണ്ടാവട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും, തളർന്നു കിടക്കുന്ന ഓരോരുത്തർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും മറക്കാതെ തന്നെ ഷെയർ ചെയ്യണേ.